പാക് വിഭജനത്തിന് തയ്യാറെടുത്തു ഇന്ത്യൻ സൈന്യം. ഇനി മുതൽ പാകിസ്ഥാൻ 2 രാജ്യമാവും. അതായത് ലോക മാപ്പിൽ ഇന്ത്യയോട് ചേർന്ന് പുതിയൊരു രാജ്യം വരാൻ പോകുന്നു. ആ രാജ്യത്തിന്റെ പേര് ബലൂചിസ്ഥാൻ എന്നായിരിക്കും. 1947-ൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാൻ ബലം പ്രയോഗിച്ചാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയെ തങ്ങളോട് ചേർത്തത്. അന്ന് വരെ അഭിമാനത്തോടെ നിന്ന ബലൂചിസ്ഥാനികൾക്ക് നേരെ പാകിസ്ഥാൻ കൊടിയ അക്രമമാണ് അഴിച്ചുവിട്ടത്. എന്തിനേറെ പറയുന്നു, അവരെ നേതാക്കളെയും അവരെ രാജാവിനെയും പാകിസ്ഥാൻ കൊന്നു തള്ളി. നിഷ്കരുണം. അതിൽ നിന്നെല്ലാം പഠിച്ചു, അതിൽ നിന്നെല്ലാം മാറി, അതിൽ നിന്നെല്ലാം പോരാളികളായ ബലൂചിസ്ഥാനിലെ സാധാരണക്കാർ പാകിസ്ഥാനെതിരെ ഒരു ആക്രമണത്തിന് മുതിർന്നു. കൂടെ സപ്പോർട്ടിന് ഇന്ത്യയും, പിന്നെ അഫ്ഗാനിസ്ഥാനും. ഇന്ത്യ നൽകുന്ന ആയുധങ്ങൾ വെച്ചുകൊണ്ട് ബലൂചിസ്ഥാനികൾ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ലൊരു സമയം വന്നെത്തിയത്. കാരണം പാകിസ്ഥാനകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടാതെ കഷ്ടകാലത്തിന് പാകിസ്ഥാൻ പെഹൽഗാമിൽ കടന്നുകയറി 26 സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊന്നുതള്ളി. അതിൽ നിന്ന് പ്രതികാരം കൊണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് മേൽ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. ഈ ആക്രമണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇനിയൊരു പുതിയ രാജ്യത്തിന്റെ ഉയർച്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ ഏറ്റവും ധാതു സമ്പന്നമായ മേഖല, എന്തിനേറെ പറഞ്ഞാൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സ്ഥലം പാകിസ്ഥാനിൽ. ആ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാന് പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ബലൂചിസ്ഥാൻ എന്ന സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പുതിയൊരു രാജ്യമാകുന്നത്. ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സകല സപ്പോർട്ടുകളുമാണ് ഇന്ത്യൻ സൈന്യം ചെയ്തു കൊടുക്കാൻ പോകുന്നത്. ഇനി വരും കാലങ്ങളിൽ നമ്മൾക്ക് കണ്ടറിയാം പാകിസ്ഥാനിൽ എത്രയെത്ര പുതിയ രാജ്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്ര പുതിയ പ്രവിശ്യകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നല്ല. എന്തായാലും പുതിയ രാജ്യത്തിന് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. ബലൂചിസ്ഥാൻ സിന്ദാബാദ്.